ഹായ് ഹോൾ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നൊരു ക്ലീനിങ് വീഡിയോ കേട്ടോ, ടോട്ടലി ക്ലീനിങ് വീഡിയോ മാത്രമുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ഫ്രണ്ട് പോർഷൻ ആണ് കേട്ടോ തുടങ്ങുന്നത്. ഫസ്റ്റ് തന്നെ നമ്മുടെ വീട്ടിൽ ചെടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഉണങ്ങിയ ഇലകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇടയ്ക്കിട്ടൊന്ന് വെട്ടിക്കൊടുത്താൽ നമുക്കതൊരു നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും കേട്ടോ വീടിൻ്റെ മുൻവശം കാണുമ്പോൾ. പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ, ഇത് നമ്മളെപ്പോഴും ഇങ്ങനെ ഒരുപാട് ഇലകളും ഉണങ്ങിയ ഇലകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ക്ലീനാക്കി കൊടുക്കുക ഇടയ്ക്കിട്ടെങ്കിലും. എന്നാൽ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ലോ പറയാം. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ആരെങ്കിലും ഗസ്റ്റായിട്ടോ ആരെങ്കിലുമൊക്കെ പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ വരണുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതിൽ തന്നെ നമ്മളോട് നല്ലൊരു മതിപ്പായിരിക്കും ഈ ഒരു ഫ്രണ്ട് പോർഷൻ കാണുമ്പോൾ തന്നെ. പിന്നെ പറയാനുള്ളത്, ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ ഈ ഒരു വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ഒരുപാട് ചെരുപ്പുകളും കാര്യങ്ങളും, ഞങ്ങളൊക്കെ ഒരു ജോയിൻറ്റ് ഫാമിലി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ആൾക്കാരും കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഷൂറാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ഇല്ലാത്തവർക്ക് കൂടുതലും അധികം യൂസ് ചെയ്യാത്ത ചെരുപ്പൊക്കെ നമ്മൾ അകത്തന്നെ സൂക്ഷിച്ചിട്ട് കോമണായി പുറത്തിടുന്നത് മാത്രം അങ്ങനെ ഇടുക. അതും നമ്മളിങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ ഒതുക്കി പെറുക്കി വെക്കുക. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ ക്ലീനായി എടുക്കുമ്പോൾ തന്നെ നമ്മുടെ വീടും ടോട്ടലി ക്ലീൻ ആയ പോലെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ സെക്കൻഡ് വൺ കിച്ചണിൽ തന്നെ എപ്പോഴും നീറ്റാക്കി എടുക്കേണ്ട ഒരു സ്ഥലമാണ്. കാരണം നമ്മൾ ഫുഡ് പാചകം ചെയ്യുന്നൊക്കെ സ്ഥലമല്ലോ, അപ്പോൾ അതെപ്പോഴും ക്ലീനാക്കി എടുക്കണം. അത് ഫസ്റ്റ് പറഞ്ഞാൽ സിങ്ക് നമ്മൾ എന്നും ഡയലി നന്നായിട്ട് ക്ലീൻ ചെയ്യണം. കാരണം നമ്മൾ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇടുന്നതും ഇതാക്കലൊക്കെയാണ്. അതേപോലെ അതിന് താഴെ ഇതേപോലെ ഒരു മാറ്റ് വിരിച്ചിട്ടാൽ കിച്ചണിലുള്ള വെള്ളം ആയിക്കൊക്കെ നമ്മുടെ വീടിൻ്റെ മറ്റുള്ള ഏരിയയിലേക്കൊക്കെ എത്തുന്നത് കുറയും കേട്ടോ. തേർഡ് വൺ ഗ്യാസ് സ്റ്റൗ. ഇത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യണം. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ സെബിനെപ്പൊടി എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. കാരണം നമ്മൾ ഡെയിലി ഫുഡ് ഉണ്ടാക്കുന്നതായതുകൊണ്ട് മാത്രമല്ല, കാരണം എണ്ണ ആയിക്കോളൊക്കെ ആയിട്ട് കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്താൽ നമ്മൾ കിച്ചന് ടോട്ടലി ക്ലീൻ ആയ പോലെ തോന്നും കേട്ടോ. അങ്ങനെ പിന്നെ അതേപോലെ നമ്മുടെ കിച്ചണിൽ സോക്കേസ് ഉണ്ടാവും, അതിലിനി ഇല്ലാത്ത സാധനങ്ങളുണ്ട്. അപ്പോൾ ആവശ്യമുള്ള പാത്രങ്ങൾ മാത്രം വെച്ചിട്ട് അളുക്കളും കാര്യങ്ങളൊക്കെ ഒതുക്കി നമ്മൾ എടുക്കേണ്ട അളുക്കൾ സാധനം എടുത്തിട്ട് അതേപോലെ വെച്ച് നമ്മൾ ഒരു ഇതിൽ കൊണ്ടിടുന്നാൽ നമ്മൾ കിച്ചൺ എപ്പോഴും ക്ലീൻ ആയി കാണും. പിന്നെ എല്ലാവരും വീട്ടിലുണ്ടാവും രണ്ട് കിച്ചണ്, ഒന്ന് അധികം യൂസ് ആക്കാത്ത കിച്ചണ്, ആ കിച്ചണിൽ ഇനി ഇല്ലാത്ത മുതലുണ്ടാവും. അപ്പോൾ വേണ്ട പാത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ ഒരു നീറ്റിൽ വെച്ചിട്ട് വേണ്ടാത്ത പാത്രങ്ങൾ നമ്മൾ ഒതുക്കി പെറുക്കി എവിടെയെങ്കിലൊക്കെ എടുത്ത് വെക്കുക. അതേപോലെ ഈ ഒരു സോക്കേസ് ഇതിൽ ഇനി ഇല്ലാത്ത മുതലുണ്ടാവില്ല, അപ്പോൾ അതൊക്കെ ആവശ്യമുള്ളത് മാത്രം വെച്ചിട്ട് ഇങ്ങനെ ഓവർ വലിച്ചു വാരിട്ടിട്ട് വൃത്തികേടാക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കുക. പിന്നെ ബാത്റൂമിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്ന ബാത്റൂം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യാറുണ്ടാവും. പക്ഷേ എനിക്കുണ്ടല്ലോ, ഞാൻ ക്ലീൻ ചെയ്താലും എൻ്റെ ബാത്റൂമിൽ ഭയങ്കര ബാഡ് സ്മെല്ലായിരുന്നു. ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് നല്ല മാറ്റം ഉണ്ട് കേട്ടോ. ഇതിനങ്ങനെ സ്മെല്ലും കാര്യമൊന്നുമില്ല. ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്താൽ ബാത്റൂമിൽ സ്മെല്ലും കാര്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ബാത്റൂം കഴുകാനായിട്ട് ഞാൻ ഇത് മാത്രമല്ല യൂസ് ചെയ്യുന്നത്, ഈ ഒരു പ്രൊഡക്റ്റും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ട്രെൻഡിൻ്റെ ഫ്ലോർ ആൻഡ് ടൈൽ വാഷ് കേട്ടോ. ഇത് നമുക്ക് ബാത്റൂം കഴുകാനും യൂസ് ചെയ്യാം. നമ്മൾക്ക് വീട് തുടക്കുമ്പോൾ ആ ഒരു 2-3 തുള്ളി ഇട്ടിച്ചാൽ അതും നല്ലതാണ്. കാരണം കുട്ടികളൊക്കെ ഉള്ള വീടാകുമ്പോൾ തന്നെ എണ്ണയും മതുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അവർ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ ഇടും. അപ്പോൾ അതൊക്കെ നമ്മുടെ വീട് നല്ലൊരു ഫ്രഷ്നെസ് തരാൻ ഈ ഒരു പ്രൊഡക്റ്റ് നല്ല. ഇത് 138 എന്നാണ് റേറ്റ് ഇതിൽ കാണിക്കുന്നത്, പക്ഷേ 100 താഴെ കേട്ടോ റേറ്റ് വരുന്നത്. പിന്നെ വീട് എപ്പോഴും നല്ല പെർഫെക്റ്റായിട്ട് ക്ലീൻ ആയിരിക്കണമെന്നൊന്നുമില്ല. നമുക്ക് ദിവസങ്ങളിൽ കുറച്ച് സമയമൊക്കെ നമ്മൾ ഇതിനായിട്ട് മാറ്റി വെച്ചാൽ നമുക്ക് എപ്പോഴും വീട് വൃത്തിയായിട്ട് നിലനിർത്താൻ പറ്റും കേട്ടോ. ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടല്ലോ, അൾട്രാ വാഷിൻ്റെ ഡിറ്റർജൻറ്റ് ലിക്വിഡ്, ഇതെന്താ പറയുക, നല്ല പതിയും കാര്യങ്ങളുള്ള നല്ലൊരു ലിക്വിഡായിട്ടാണ്. നാച്ചുറൽ ലാവൻഡറിൻ്റെ റോയൽ ബ്ലൂ ആണ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വേറെ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ. ഈ പ്രൊഡക്റ്റുകളൊക്കെ ഞാൻ മേടിച്ചത് ഈ ഒരു സ്റ്റോറിൽ നിന്നാട്ടോ, ഈ ഒരു ഫാത്തിമ ഹന്ന സ്റ്റോർ. ഈ സ്റ്റോറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ക്ലീനിങ്ങിനുള്ള എല്ലാ ഐറ്റംസും ഈ ഒരു സ്റ്റോറിൽ അവൈലബിൾ ആട്ടോ. കാരണം നമ്മുടെ ഒരു വീട്ടിൽ എന്തെല്ലാം ക്ലീൻ ആക്കാൻ വേണം ആ എല്ലാ ഐറ്റവും ഇവിടെ ഉണ്ട്. ഞാൻ നേരത്തെ കാണിച്ചെന്ന ആ ഒരു ലിക്വിഡ് തന്നെ 5-6 തരത്തിലുണ്ട് കേട്ടോ. ട്രെൻഡ് പറഞ്ഞ ഒരു ഐറ്റം ഉണ്ട്, അതിൽ ലിക്വിഡിൻ്റെ കൂടെ കംഫർട്ടും കൂടെ വരണ കാരണം അതിന് കുറച്ച് റേറ്റ് ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ വേറെ കംഫർട്ട് യൂസ് ചെയ്യേണ്ട, ഈ ഒരു സംഭവം മാത്രം യൂസ് ചെയ്താൽ മതി. അത്യാവശ്യം സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ലിക്വിഡ് തന്നെ പല ഐറ്റവും പല ഫ്ലേവറിലുള്ളതും ഉണ്ട് കേട്ടോ. അത് മാത്രമൊന്നുമല്ല, ഒരുപാട് ക്ലീനിങ് പ്രോഡക്ട്സുകളുണ്ട്. സാബൂന്, സോപ്പ് ഐറ്റംസ്, അതേപോലെ നമ്മുടെ ക്ലീൻ വാഷേഴ്സ്, അതേപോലെ കിച്ചണിൽ ക്ലീൻ ആക്കേണ്ടത്, ടോയ്ലറ്റിന് വേണ്ടത്,
ബ്രഷസ്, അതേപോലെ ഹാർപിക്കിൻ്റെ പല പല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ട്രെൻഡിൻ്റെ ഒരു കളക്ഷനാണ്. ഇത് യൂസ് ചെയ്താൽ ബാത്റൂമിന് വേറൊരു പ്രൊഡക്റ്റ് വേണ്ട, അത്രയും ബാത്റൂം ക്ലീൻ ആൻഡ് നീറ്റായിട്ട് കിട്ടും. അതേപോലെ തന്നെ ബാത്റൂമിന് വേണ്ട ഫെനോയിൽ എല്ലാ ഐറ്റംസും എല്ലാ ഫ്ലേവറിലും ഇവിടെ ലഭ്യമാണ് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ കിച്ചണിൽ നമുക്ക് പാത്രം ക്ലീൻ ആക്കാനുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. അതേപോലെ പനപ്പൊടി, കൂവപ്പൊടി, പിന്നെ ഹോം മെയ്ഡ് ആയിട്ടുള്ള നെയ്യ്, പശുവിൻ നെയ്യ് ഹോം മെയ്ഡായിട്ട് ഇവിടെ ലഭ്യമായിട്ട്. ഹോം മെയ്ഡിലുള്ള ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് ഇവിടെ. തേന്, പിന്നെ ഒരു നമുക്ക് ഡ്രിങ്ക് ഷുഗറുള്ളവർക്ക് കുടിക്കാൻ പറ്റിയ ഐറ്റംസ് അങ്ങനത്തെ. അതേപോലെ കിച്ചണിൽ യൂസ് ചെയ്യാൻ ഒരുപാട് പ്രൊഡക്റ്റുകൾ, ചോപ്പർ, അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. കാക്കൊരു ഭിന്നശേഷി ആളായതുകൊണ്ട് തന്നെ ആളുടെ ലൈഫിൽ വേറൊരു ഓപ്ഷനില്ല. ജീവിത സാഹചര്യങ്ങൾ മാറുമ്പോൾ വേറൊരു ജോബ് എന്നൊരു ഓപ്ഷൻ അയക്കില്ല. അപ്പോൾ ആ ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത പ്രോഡക്റ്റുകളാണ് ക്ലീനിങ് പ്രോഡക്റ്റ്സ് പറഞ്ഞാൽ. അപ്പോൾ അത് നമ്മൾ ഈ സ്റ്റോറിൽ വന്ന് മേടിച്ചാൽ അയക്കൊരു ഉപകാരമാണ്, നമുക്ക് സാധനം കിട്ടും, അയക്ക് നമുക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാനും പറ്റും. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും വിസിറ്റ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. എല്ലാവരും കോമൺ ആയിട്ട് ഡെയിലി പുത്തനത്താണി വരുന്നവരാവാം, അല്ലെങ്കിൽ മാസങ്ങളിൽ വരുന്നവരാവാം, ആഴ്ചയിൽ വരുന്നവരാ. എന്തായാലും ഈ ഒരു സ്റ്റോർ വിസിറ്റ് ചെയ്യാം, നിങ്ങൾക്ക് എന്താ യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് ചിലപ്പോൾ അയാളെ സഹായിക്കാനുള്ള സാമ്പത്തിക ശേഷിയൊന്നും ഉണ്ടായിരിക്കില്ല, പക്ഷേ ഇത് നമുക്ക് അയാൾക്ക് ചെയ്യുന്ന ഏറ്റവും വലിയൊരു സഹായമല്ലേ. നമുക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ കിട്ടുകയും ചെയ്യും. നമ്മൾ മറ്റൊരു കടയിൽ കൊടുക്കുന്ന എമൗണ്ട് ഇയാൾക്ക് കൊടുത്താൽ അത് അയാൾക്കൊരു സഹായവുമാകും. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് തവക്കൽ ഗോൾഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ഒരു ഏരിയയിലാണ്. ഡെയിലി പുത്തനത്താണി പോകുന്നവരുണ്ടാവാം, ആഴ്ചകളിൽ പോകുന്നുണ്ടാവും, മാസങ്ങളിൽ പോകുന്നുണ്ടാവും. അപ്പോൾ മസ്റ്റായിട്ട് ഈ സ്റ്റോറ് വിസിറ്റ് ചെയ്യാൻ മറക്കാതെ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. വീഡിയോ യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.